പാലാ മെത്രാനടക്കം സീറോ മലബാർ സഭയിലെ പല പിതാക്കന്മാർക്കും തലയ്ക്ക് നല്ല സുഖമില്ലെന്ന് പറയുന്ന ജോർജിൻ്റെ തല മെഡിക്കൽ ബോർഡിനെ കൊണ്ട് പരിശോധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ BJPയോ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഇയാൾ കേരളത്തിലെ BJPയുടെ പുക കണ്ടേ അടങ്ങും. ജോർജിൻ്റെ ഭാര്യ ഉഷയും മക്കളും കൂടി ബന്ധിച്ചിട്ടിരുന്ന ജോർജിൻ്റെ നാവായിരുന്നു. ആ നാവ് കെട്ടുപൊട്ടിച്ച് പുറത്തിറങ്ങി. ആദ്യം പൊലയാട്ട് പറഞ്ഞത് കല്ലറങ്ങാട്ട് പിതാവിനെയാണ്. പിതാക്കന്മാരെന്ന ബഹുവചനത്തിൽ ഉപയോഗിച്ചുവെങ്കിലും അദ്ദേഹം ഉദ്ദേശിച്ചത് പാലാ ബിഷപ്പിനെ തന്നെയാണ്. FCRA വിഷയത്തിൽ കല്ലറങ്ങാട് പിതാവ് അഭിപ്രായം രേഖപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ ജോർജ് സട കുടഞ്ഞങ്ങ് എഴുന്നേറ്റു. പിതാക്കന്മാരെ പുലഭ്യം പറഞ്ഞു. BJP നേതാവ് രാജീവ് ചന്ദ്രശേഖരനോട് ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. ഇയാളെയും മകനെയും ഇതുപോലെ പ്രോത്സാഹിപ്പിച്ച് കൂടെ കൊണ്ട് നടന്നാൽ ഒടുവിലത് നിങ്ങളുടെ പുക കണ്ടേ അവരടങ്ങും. ഇപ്പോൾ തന്നെ ഏതെങ്കിലും അറിയാവുന്ന മാന്ത്രികരെ കൊണ്ട് ഇയാളുടെ ദേഹത്ത് കൂടിയിരിക്കുന്ന ബാധ ബന്ധിച്ച് വല്ല പാലയിലും തറച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടം ചില്ലറയായിരിക്കില്ല. FCRA പ്രശ്നം അത്ര വലിയ പ്രശ്നമല്ലെന്നാണ് ജോർജും BJPയിലെ മുഴുവൻ പേരും പറയുന്നത്. ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന പ്രസ്ഥാനങ്ങളുടെ ലൈസൻസ് മാത്രമേ പുതുക്കാത്തതുള്ളൂ. വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ മൂക്കുകയർ ഇടുന്നുള്ളൂ എന്നെല്ലാമാണ് ഏകസ്വരത്തിൽ ഇവർ പറയുന്നത്. ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയ കേരളത്തിലെ സ്ഥാപനങ്ങളുടെ പേരുകൾ പുറത്തു പറയാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത്. 100ഓളം ക്രൈസ്തവ സന്നദ്ധ സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. ഇവരെല്ലാം എന്ത് ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടാണ് അവരുടെ ലൈസൻസ് പുതുക്കി നൽകാത്തതെന്ന് വെളിപ്പെടുത്തുവാൻ ഈ പ്രസ്താവന നടത്തിയവർക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. ചിലർ ഇതിൻ്റെ മറവിൽ മണി ലെൻഡറിങ് നടത്തുന്നുവെന്ന ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. ന്യൂനപക്ഷം വരുന്ന അത്തരം സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എന്നാൽ BJP നേതാക്കൾ പറയുന്നത് പോലെയല്ല ഭൂരിപക്ഷം വരുന്ന മാന്യമായി സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസുകൾ തടഞ്ഞു വയ്ക്കുന്നത്. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും കോടിക്കണക്കിന് രൂപയാണ് പിഴ അടിച്ച് കയ്യിൽ കൊടുക്കുന്നത്. ഇത് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പണം കൈയിട്ട് വാരുവാനുള്ള കുറുക്കു വഴിയായി കണ്ടിട്ടുള്ളവരുമുണ്ട്. FCRA നിയന്ത്രണം ആവശ്യം തന്നെയാണ്. എന്നാൽ അതിനുവേണ്ടി ഉണ്ടാക്കുന്ന ചട്ടക്കൂടാണ് അപകടകരമെന്ന് സഭാപിതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ആവർത്തിച്ചു പറയുന്നത്. അപകടകരമായ എന്തെങ്കിലും അതിലുമുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമോ എന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ചോദിക്കുന്നത്. ഒരു സീറ്റിൽ പോലും പ്രതീക്ഷയില്ലാത്തവർക്ക് എല്ലാവരും തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിൽ നിൽക്കുമ്പോൾ ഇത്തരം കുൽസിത പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഏറ്റവും പറ്റിയ സമയമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഈ വിഷയം പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് പാസ്സാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ വന്നാൽ കോടതിയിൽ പോകുവാൻ സ്ഥാപനങ്ങൾക്ക് അവസരം കിട്ടും എന്നാണ് ജോർജ് കുര്യൻ്റെ കണ്ടുപിടുത്തം. ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങൾക്കുള്ള പരാതി ബോധിപ്പിക്കാനുള്ളതാണ് കോടതി. പക്ഷെ അവിടെ കയറി ആയുസ്സിൻ്റെ പകുതി കളയുന്ന ഇടപാടിലേക്ക് സാധുക്കളെ സേവിക്കുന്ന സ്ഥാപനങ്ങളെയും അതിൻ്റെ മേധാവികളെയും തള്ളി വിടരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പള്ളിക്കൊപ്പം പള്ളിക്കുടം പണിത് അവർക്ക് സഭാമക്കളുടെ വീട്ടുകളിൽ നിന്നും പിടിയേരി പിരിച്ച് കഞ്ഞിയും വെച്ച് കൊടുത്ത് സൗജന്യമായി വിദ്യാഭ്യാസവും നൽകിയതാണ് സഭാ അധികാരികൾ ചെയ്ത തെറ്റെങ്കിൽ തീർച്ചയായും അവരെ തൂക്കിക്കൊല്ലണം. താങ്കളും അങ്ങനെയൊക്കെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതെന്ന് ജോർജ് കുര്യൻ മറക്കണ്ട. ഇനി അതല്ല, സമൂഹത്തിലെ ഉന്നതരെന്ന് കരുതുന്നവർ അറപ്പോടും വെറുപ്പോടും കണ്ടുകൊണ്ടിരുന്ന തീണ്ടലും തൊടിയിലുമുള്ള കണ്ടാൽ അറയ്ക്കുന്ന രീതിയിൽ പുഴുക്കൾ അരിച്ചു കിടക്കുന്ന രോഗികളെ സ്വന്തം മക്കൾ പോലും ചെയ്യാത്ത രീതിയിൽ എടുത്ത് മടിയിൽ കിടത്തി മുറിവുകൾ വെച്ച് കെട്ടി രോഗി ശുശ്രൂഷ ചെയ്യുന്നതാണ് ഈ സ്ഥാപനങ്ങൾ ചെയ്യുന്ന തെറ്റെങ്കിൽ അവരെ ചമ്മട്ടിക്കടിക്കണം. സാധിക്കുമെങ്കിൽ തലമുണ്ടനം ചെയ്ത് ചാപ്പ കുത്തി കഴുതപ്പുറത്ത് കയറ്റി ഏതെങ്കിലും ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റിവിടണം. ഏതായാലും പാലാ രൂപതയുടെ പേര് പറഞ്ഞ് തല്ലുകൊള്ളാതെ പാലാ നാട്ടിൽ അഭയം പ്രാപിച്ച് കന്യാസ്ത്രീ മഠത്തിലും പാലാ അരമനയിലും വോട്ടഭ്യർത്ഥിച്ച് ദിവസവും കയറി ഇറങ്ങി നടക്കുന്ന ജോർജിൻ്റെ മകനുണ്ടല്ലോ, ആ മകൻ അപ്പൻ പാലാപിതാവിനെ പുലഭ്യം പറഞ്ഞതിനെപ്പറ്റി എന്താണ് ഒന്നും മിണ്ടാത്തതെന്നാണ് പാലാക്കാർ തന്നെ ചോദിക്കുന്നത്.